go to school. Und habe euch den Ausbildungsplan über diese 3 Jahre gegeben. Ne? Ich gebe dir meine. Sie hat schon. Bei ihr schon geplant. Behalte es mal bei mir. ഗൈസ്, എബ്രോഡ് ലൈഫിൽ ഏറ്റവും ശോകം പിടിച്ചൊരു കാര്യം ഇത്. അതായത് നമ്മളിങ്ങനെ പണിയെടുത്ത് ജീവിതം എടുത്ത് തിരിച്ചു വരുമ്പോൾ ഒരു ആരെങ്കിലും ഒന്ന് ഫുഡ് ഉണ്ടാക്കി വെച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കും. ഈ വീട്ടിൽ ചെന്നിട്ട് ഫുഡ് ഉണ്ടാക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത പരിപാടി. സംടൈംസ് നമുക്ക് പണിയൊന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ ഏറ്റവും എൻജോയ് ചെയ്യുന്നത് ഫുഡ് ഉണ്ടാക്കാനാണ്. പക്ഷേ വർക്ക് ഡേയ്സിലൊക്കെ ഫുഡ് ഉണ്ടാക്കുന്നത് ഇതിലും ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്. ആരെ സ്കൂട്ട് എനിക്ക് അതിലും ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് ഇത് വാങ്ങാൻ പോകുന്നത്, ഈ സാധനങ്ങൾ വാങ്ങാൻ പോകുന്നത്. Look at this, guys. Oh my god. I really wanted this comb. ഇങ്ങനെ നല്ല പറ്റിയിരിക്കാനായിട്ട്. കൊള്ളാലേ? ഇതിൻ്റെ മുടി കളയാനുള്ള സാധനം ഇറ്റ്സ് ടു സ്മോൾ. അലക്സ, സ്റ്റോപ്പ്. ദിസ് തിങ് ഒരു സാധനം കാണിച്ചു തരാം. എനിക്ക് തോന്നപ്പം എല്ലായിടത്തും ഉണ്ട് എന്നുള്ളത്, എന്നാലും കാണിച്ചു തരാം. ദേ, ഈ സാധനത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അയ്യോ ഇതിൻ്റെ പേരെന്തായിരുന്നു, ഷിറ്റ് മറന്നുപോയി. ഇത് നമുക്കിപ്പോൾ തലയിൽ നമ്മൾ എന്തെങ്കിലും സെറം തേച്ചിട്ട് തലയിൽ ഡയറക്റ്റ് നല്ലോണം അതിൻ്റെ ഒരു വർക്ക് ഇംഗ്ലീഷ് എന്താ, നല്ലൊരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിങ്ങനെ കൊള്ളാം, ഇതിങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അതായത് ഒരു സെറമോ എന്തെങ്കിലുമൊക്കെ തേച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഹെയറിലേക്ക് ഭയങ്കരമായിട്ട് ഇറങ്ങുന്നതായിട്ടെ. അപ്പോൾ ചീപ്പ് പ്രൊഡക്ട്സ് ആണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കരുത് എനിക്കിങ്ങനെ ആഡംബര ജീവിതമാണ് കുട്ടി നയിക്കുന്നത് എന്നുള്ളത്. നോ, ഇറ്റ്സ് ജസ്റ്റ് ഫോർ €1 or €2 സംതിങ്. അപ്പോൾ ഇതാണ് ആ സാധനം. ഇത് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അതായത് ഐബ്രോസിനുള്ള ആ ഒരു റേസർ. ഞാൻ എപ്പോഴും ഐബ്രോസ് ചെയ്യുന്നത് മറ്റേ എപ്പോഴും ഇത് ചെയ്യുന്നത് ബർത്ത്ഡേ ഐബ്രോസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഈ ഫേസ് റേസർ കൊണ്ട് തന്നെയാണ്. അപ്പോൾ കുഞ്ഞ സാധനം വാങ്ങിച്ചു. ആൻഡ് ഒബ്വിയസ്ലി ഇതൊരു 6 month കൂടുമ്പോൾ ഞാൻ വാങ്ങും. 6 month കൂടുമ്പോൾ അല്ലായിരിക്കും വാങ്ങേണ്ടത്. പക്ഷേ ഇത് എപ്പോഴും നമ്മൾ ഒന്നുകിൽ കഴുകണമില്ലെങ്കിൽ മാറ്റിക്കൊണ്ടേ ഇരിക്കണം. സോ മുട്ട പുഴുങ്ങി നാളത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം.
ടൈം ഈസ് 4:40 സംതിങ് എന്ന് തോന്നുന്നു. ഞാൻ റെഡിയായി. ആക്ച്വലി എനിക്കൊരു 5:20 ഒക്കെ ആകുമ്പോൾ പോയാൽ മതി 6 o'clock തുടങ്ങുന്ന ഇതിന്. ബട്ട് ഞാൻ നേരത്തെ റെഡിയായിട്ട് ചായയൊക്കെ കുടിച്ച് ഐ നീഡ് മൈ സ്ലോ മോർണിംഗ്. സോ ഞാൻ എപ്പോഴും നേരത്തെ എണീക്കും. എല്ലാവരും എന്നോട് ചോദിക്കും പ്രാന്താണെന്ന്. കാരണം 6 മണിയുടെയൊക്കെ ഡ്യൂട്ടിക്ക് അടുത്താണെങ്കിൽ എല്ലാവരും 5 മണിക്കോ 5:15 എണീറ്റേ പോകത്തുള്ളൂ. 5:22 വേണ്ടെങ്കിൽ പോകണം. എന്നാലും ഞാൻ 4 മണിക്ക് എണീറ്റ് റെഡിയാവും. ഓരോ പ്രാന്ത്. കോഫി. Oh my god. വൃത്തിയായിട്ട് ഡ്യൂട്ടി. It was so bad. So bad. ഞാൻ എക്സ്പെക്ട് ചെയ്തതിലും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു ഇത്ര ശോകമാവുന്നു. ബിക്കോസ് മോസ്റ്റ്ലി സാറ്റർഡേസ് ആർ റിയലി ഗുഡ്. ബട്ട് ടുഡേ വാസ് സോ ബാഡ്. കേരളം വലിച്ചെറിഞ്ഞ് കാട്ടിക്കളയാനാ തോന്നുന്നത്. എന്തൊരവസ്ഥയാണ് ഗൈസ്. ഇതൊക്കെ എപ്പോഴും കരുതണം. ഓക്കെ, ഇല്ലെങ്കിൽ ലൈക്ക് എന്നെ കണ്ടു പഠിക്കണം എന്നാണ് ലൈക്ക് സ്റ്റേഷനിലുള്ള ഈ ബിൽഡിങ്ങിൽ പിള്ളേരില്ലല്ലോ. അപ്പോൾ എന്നെ കണ്ട് പഠിക്കണം എന്നാണ് ലൈക്ക് എല്ലാവരും സ്റ്റേഷനിൽ പറയുന്നത്. ബിക്കോസ് എൻ്റെ കയ്യിൽ ബുക്കുണ്ട്, പേപ്പറുണ്ട്, ഒരു വക അറിയാൻ പാടില്ലെങ്കിലും ഡ്രസ്സിങ് ഒക്കെ ഭയങ്കര പൊക്കെയാണ്. ഭയങ്കര ഒച്ചയാണ്. ബട്ട് ഐ ചേഞ്ച് ദ ഹോൾ സെറ്റപ്പ് ഓഫ് മൈ ഹൗസ്. ഞാനൊരു 2 ദിവസം വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. എനിവേസ് ഐ വിൽ ഷോ യു. My last shift of the weekend. എനിക്കിങ്ങനെ അടിപൊളിയായി പോകുന്നുള്ള ഒരു പ്രതീക്ഷയില്ല. ബിക്കോസ് എനിക്ക് ഓൾറെഡി അറിയുന്ന എന്തൊക്കെയാണ് പണിയുന്നത്. സോ ഇന്നും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് 2 days ലീവാണ്. But I don't have any bulk to go. Anyways, let's go. എൻ്റെ ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അവന് ഞാൻ ഒരുമിച്ച് വർക്കിന് പോകുന്നത്. അപ്പോൾ നമുക്ക് പോവാം. ഹലോ ഗൈസ്. ഓയേ ദൈവമേ, ഞാൻ ഇങ്ങനെയാണ് എപ്പോഴും പണി കഴിഞ്ഞ് വരുന്നത്. യെസ്, ഞാൻ ഇങ്ങനെയാണ് പണി കഴിഞ്ഞ് വരുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ കുട്ടി പോയ ഡ്രസ്സിലെല്ലാം തിരിച്ചു വന്നതെന്ന്. അതെ, നേഴ്സിംഗിൽ നിങ്ങളിങ്ങനെ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഡ്രസ്സ് ഇടയ്ക്കിടയ്ക്ക് മാറാനുള്ള യോഗം വരും. എല്ലാം കഴിഞ്ഞ് പോവാ നേരത്ത് ഒരമ്മച്ചിക്ക് എന്നെ കണ്ടപ്പോൾ ഛർദ്ദിക്കാൻ തോന്നി. നേരെ എൻ്റെ ബ്ലൂ യൂണിഫോമിലേക്ക് ഛർദ്ദിച്ചു. അപ്പോൾ അവിടുന്ന് എനിക്ക് അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, അത് എൻ്റെ ഡ്രസ്സാണല്ലോ, എൻ്റെ സെൽഫായിട്ടുള്ള ഡ്രസ്സാണ്. അപ്പോൾ ആ ഡ്രസ്സ് ഞാൻ സ്വന്തമായിട്ട് അലക്കേണ്ടി വരുമെന്ന് വിചാരിച്ചപ്പോൾ അവർ പറഞ്ഞു നോ, പേഷ്യൻസിൻ്റെ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളാണ് നിങ്ങളുടെ ഇതിൽ പറ്റിയെങ്കിൽ അവരെ അത് കഴിവുള്ളൂ, നമ്മുടെ വീട്ടിൽ കൊണ്ടുപോകാൻ പാടില്ല, ഇൻഫെക്റ്റഡ് ആവും വീട്ടിലുള്ളവരെന്ന് പറഞ്ഞു. സോ എന്താ വീട്ടിൽ കൊണ്ടുപോകാൻ പാടില്ല എന്നാണ്. ഇതെന്താണിത്? ഫ്രഷ് സാലമിൻ്റെ ഓക്കെ, അണ്ടർസ്റ്റുഡ്, താങ്ക്സ്. പോയേ. അപ്പോൾ ഞാൻ മറ്റൊരു പേരോട് പറയാൻ വന്നതാണ്, ഈ ജാക്കറ്റും ഞാൻ ഇന്നിട്ടിട്ട് പോയതല്ല, ഇതെൻ്റെ കൊളീഗ് ഗിഫ്റ്റ് ചെയ്തതാണ്. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. അപ്പം നിങ്ങൾ എന്ത് രസം കുട്ടി, എല്ലാ കൊളീഗ്സൊക്കെ എന്ത് ഇതായിട്ടാന്ന്. അല്ല, ഞാൻ അവള് ഫുൾ ടൈം അടിയാണ്. ഇവിടെ എന്തിനും എനിക്കത് തന്നെന്ന് എനിക്കറിയാൻ പാടില്ല. പോവാൻ നേരത്ത് ഇന്നാ നിനക്ക് അഡിഡാസിൻ്റെ ജാക്കറ്റ് വേണോ എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ജാക്കറ്റ് തന്നു. എന്താ ചെയ്യുക, എന്തോ ഇഷ്ടമാണ് ആൾക്കാർക്ക് എന്നെ. ഓൾവേസ് നമ്മൾ ICUലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ എന്താ പറയുക, സ്റ്റെറൈൽ ബെറൈഷ് എന്നൊക്കെ പറഞ്ഞ സംഭവം ഉണ്ടാവില്ലേ, സ്റ്റെറൈൽ സോൺ. അതേപോലെ വീട്ടിൽ വരുമ്പോൾ ഒരിക്കലും എന്താ ഞാൻ റൂമിൽ പോയിട്ട് ഡ്രസ്സ് മാറില്ല. ബിക്കോസ് എങ്ങനെയാണ് നമ്മൾ ഇൻഫെക്റ്റഡ് ആവുമെന്ന് അറിയില്ലല്ലോ.
അതുകൊണ്ട് അവിടെ പോയിട്ട് ഒരിക്കലും ചെയ്യാതിരിക്കുക. അപ്പോൾ എനിക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് ആ ബാഗ് തൊട്ടാൽ മതി. എന്തൊരു സന്തോഷം മതിയോ. സോ യാ, അപ്പോൾ എന്താ പറയുക, വർക്ക് ഷൂവും എല്ലാം ഞാൻ ഫ്രണ്ടിലാണ് വെക്കുക. ഒട്ടും ഞാനത് ഇവിടെ നിന്ന് ഈ ഒരു സ്പേസ് തൊട്ട് അങ്ങോട്ട് ഉള്ളിലേക്ക് ഭയങ്കര ഒരു പ്രൈവറ്റ് ഇത് സോൺ പോലെയാണ്. അപ്പോൾ അവിടേക്ക് ഞാൻ കൊണ്ടുപോകാറില്ല. ഇന്ന് ഞാൻ കുളിക്കണം. ഞാൻ സത്യം പറഞ്ഞ് ഇന്നലെ കുളിച്ചിട്ട് പോകണമെന്ന് വെച്ചാൽ നന്നായി പോവാത്തത്. കാരണം എല്ലാം കൊണ്ടും നശിച്ച് കുഴച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് എന്താ ചെയ്യാം, ഇന്ന് കുളിക്കാം. ബിക്കോസ് ടുമോറോ വി ഗോയിങ് ടു അവർ ഫ്രണ്ട്സ് പ്ലേസ് ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. ആ വീഡിയോ ചിലപ്പോൾ ഇതിന് മുന്നേ വരുമോ എനിക്കറിയില്ല. ബട്ട് ലെറ്റ്സ് ലുക്ക്. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ എൻ്റെ വർക്ക് വ്ലോഗ്. അറിയില്ല ഞാൻ നാളെ വീഡിയോ എടുക്കുന്നത്. ഞാൻ രാവിലെ ഇവിടെ വന്ന് ഇങ്ങനെ വീഡിയോയ്ക്ക് എന്ത് വിഷമം വരും. ഇപ്പം എന്ത് സന്തോഷം വരും. ആയിക്കോട്ടെ, എനിക്ക് അടുത്ത വീക്ക് മൊത്തം ഉച്ച കഴിഞ്ഞിട്ടുള്ള ഡ്യൂട്ടിയാണ്. ഐ ഹേറ്റ് ഇറ്റ് ടു ദ കോർ. ആരുടെ ഒരു ഗുണം രാവിലെ വൈകി എണീക്കുക എന്നുള്ളതാണ്. അതല്ലാതെ ഒരു ഗുണമില്ല. സോ യാ, പിന്നെ എന്നോട് കുറേ കുട്ടികൾ പറഞ്ഞു ഇൻസ്റ്റഗ്രാമിലൊക്കെ വന്നിട്ട് എൻ്റെ വീഡിയോ കാണുമ്പോൾ അവർക്ക് നേഴ്സ് ആവാൻ മോട്ടിവേഷൻ വരുന്നത്. ഏത് ഭാഗം കൊണ്ട് അതൊന്ന് ആയെന്നൊന്ന് പറയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കുട്ടികളെ നോ, ഐ ഡോണ്ട് ലൈക്ക് ദിസ്. ഓക്കെ, ഞാൻ തന്നെ കഷ്ടപ്പെടുകയാണ്. അപ്പോഴാണ് നിങ്ങൾ എന്നെ കണ്ടി ഇൻസ്പയർഡ് ആയിട്ട് ഇങ്ങോട്ടേക്ക് വരാതിരിക്കരുത്. ഒരിക്കലും വരരുത്. ഡു വാട്ട് യു ലവ്. ഓക്കെ, ലവ് വാട്ട് യു ഡു ഈസ് നോട്ട് റൈറ്റ് ബൈ മീ. ലൈക്ക് ഡു വാട്ട് യു ലവ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും, എന്താ ഞാൻ നേഴ്സിംഗ് നിർത്തുകയെന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്താണ് ഇപ്പോഴും നേഴ്സിംഗ് ചെയ്യുന്നത് എന്നുള്ളത്. ആക്ച്വലി സംതിങ് ലൈക്ക് എ ബെറ്റർ പ്ലാൻ ടേൺഡ് അപ്പ്. സോ ഐ എം ഡൂയിങ് ദിസ്. യെസ്, ഐ എം നോട്ട് സ്റ്റോപ്പിംഗ് നേഴ്സിംഗ്. അത്ര എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. ബട്ട് ബെറ്റർ പ്ലാൻസ് ആർ കമ്മിങ്. സോ അതുകൊണ്ടാണ് ഐ എം സ്റ്റിൽ സ്റ്റേയിങ് ഹിയർ. എനിക്ക് അത്ര ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. ദാറ്റ്സ് ഇറ്റ് ഫോർ ദിസ് വീഡിയോ. എന്താണ് ഈ വീഡിയോ ഉള്ളതെന്ന് പോലും എനിക്കറിയാൻ പാടില്ല. ആക്ച്വലി വൈറ്റ് ആണോ ബ്ലൂ ആണോ കസാക്ക്, ഇതിന് കസാക്ക് എന്നാണ് പറയുന്നത്. വൈറ്റ് ഓർ ബ്ലൂ ഈസ് ബെറ്റർ ഫോർ മീ ഗൈസ്. നിങ്ങൾ കമൻറ്റ് ചെയ്തോ. ഓക്കെ, ഞാൻ കഷ്ടപ്പെട്ടെടുത്ത കളറാണ് ബ്ലൂ. നിങ്ങൾ എനിക്ക് ബ്ലൂ ചെയ്യില്ല എന്ന് പറയുന്നത് എനിക്ക് വിഷമവും. പക്ഷെ പിങ്ക് ഒക്കെ ഉണ്ട് കേട്ടോ. പിങ്ക് ഞാൻ കണ്ടില്ല. എനിവേ ദാറ്റ് വാസ് ഓൾ ഫോർ ദിസ് വീഡിയോ. ആൻഡ് ഞാൻ പോയിട്ട് എൻ്റെ മക്കളെ നോക്കട്ടെ കേട്ടോ. എൻ്റെ കുട്ടികൾ എന്താ കഴിച്ചോ ഭക്ഷണം കഴിച്ചോ എന്നൊന്നും അറിയത്തില്ല. ഞാൻ മക്കളെ കാണിച്ചു തരണ്ടേ ഗൈസ്. മക്കളെ കാണിച്ചു തരാം ഞാൻ. ഇതൊക്കെയാണ് ഗൈസ് എൻ്റെ മക്കൾ. ഇതെൻ്റെ പറഞ്ഞാൽ ഒട്ടും അനുസരിക്കാത്ത കുട്ടിയാണ്. കുട്ടിക്ക് വീണ്ടും ഒരു കൊമ്പ് വന്നു തുടങ്ങി. ആൻഡ് മൈ ആൻറ്റോറിയം. ഇതിന് ഞാൻ സാധനം നട്ടിട്ടുണ്ട്. ഇത് വളരുമോ നോക്കാം. എനിക്ക് കുറച്ച് സാധനങ്ങൾ കിട്ടിയല്ലോ. ഐ റിയലി വാണ്ടഡ് ദിസ് കീച്ചെയിൻ. ഹൗ ഓൾഡ് ആം ഐ? ഞാൻ കോളേജിൽ പഠിച്ചപ്പോൾ ഉണ്ടായിരുന്ന, ഞാൻ ഇന്നലെ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു. എന്താടി എല്ലാവരുടെ ദിവസം ആടി എനിക്കിപ്പോൾ കെട്ടാൻ ഞാനും നീയും മാത്രം ബാക്കിയുണ്ടെന്ന് അവൾ പറഞ്ഞത്. ആൻഡ് ഐ വാസ് ലൈക്ക് വെരി ഈഗർലി വെയിറ്റിംഗ് ഫോർ ദിസ് keychain, this cherry keychain. So simple is my life, guys. I was waiting for this posters as well. How cute is this, guys? How cute is this? Okay. Still eagerly doing all this stuffs like how I used to do when I was like 20, 19, 18. പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നിട്ടില്ല എനിക്ക്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു വരികയായിരുന്നു, ഇങ്ങനെയൊരു ജീവിതം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ജീവിക്കുക. എന്താ ഞാൻ പറയണേ, ഐ എം സോ ഹാപ്പി. എനിക്കിത് എവിടെ വെക്കണമെന്ന് അറിയത്തില്ല. കാരണം അത്യാവശ്യം എല്ലായിടത്തും ഇപ്പോൾ സാധനങ്ങളായിട്ടുണ്ട്. എനിക്ക് ഇനി ഇതുകൂടെ ഒട്ടിക്കാൻ വയ്യ. പക്ഷേ ഐ തിങ്ക് ഐ വിൽ യൂസ് ഇറ്റ് ഫോർ ജേർണൽ. 2-3 മോതിരം. മറ്റേ പുള്ളിയില്ലേ, എന്താ ഇങ്ങനെ സ്വപ്നങ്ങൾ മണ്ണിൽ പായും മണ്ണിൻ മടി, ആ പുള്ളിനെ പോലെ ഇങ്ങനെ എല്ലാ കയ്യിലും മോതിരൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കണം. അതിന് വേണ്ടി വാങ്ങിച്ചാണ് ഗൈസ്. JK, just kidding. So that was this video actually. This is how my usual work day looks like mostly. Guys, now it's 10 AM Saturday.
ഇന്നലെ ആ വീഡിയോ എടുത്തിട്ട് ഞാനതിൽ വേറൊരു സാധനം പറയുന്നുണ്ട്, ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ഞാനതിൽ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, ഗൈസ് മല്ലൂസൊക്കെ ചെയ്യുന്നത് പോലെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന വഴി കിടന്ന് ഉറങ്ങാണ്ട് കുറച്ച് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി പുറത്ത് പോവുക, അതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസ് കണ്ടിട്ട് ഒന്ന് മയങ്ങിയതാ. 5 മണിക്ക് വൈകുന്നേരം കിടന്ന ഞാൻ എണീക്കുന്നത് ഇന്ന് രാവിലെ 8 മണിക്കാണ്, 7:30-8 മണിക്ക്. അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ അങ്ങനെ ഒരാളല്ല, എനിക്ക് അങ്ങനെ അത്രയും നേരം കിടന്ന് ഉറങ്ങാൻ ഇഷ്ടമുള്ള ആളല്ല. പക്ഷേ എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്, ഐ വാസ് സോ ടയേർഡ്. ദ വോൾ വീക്കെൻഡിൽ എനിക്കുണ്ടായിരുന്ന ആ ഒരു സംഭവം ഇന്നലെ ഉറങ്ങി തീർത്തപ്പോഴാണ് തീർന്നത്. അപ്പം ഇന്ന് എനിക്ക് ലീവ് അല്ലായിരുന്നെങ്കിലോ, അൺബിലീവബിൾ, ഒന്നും പറയില്ല. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ന് നമുക്ക് കുറച്ച് വീഡിയോസ് എടുക്കാനായിട്ട് ഒരു സ്ഥലത്ത് പോകാനായിട്ട്. ഓ ഐ എം സോ ടയേർഡ്, കുറേ അറിയാനും ക്ഷീണം വരും ഗൈസ്. അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. ഇങ്ങനെ കൊള്ളാലേ എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ വീണ്ടും സന്ധിക്ക് വരേക്കും വണക്കം.